நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗിരീട്ടൻ എന്നെ വിശ്വസിച്ചല്ലോ, എനിക്കത് മതി. നിനക്കെതിരെ പരാതി കൊടുത്ത ആ മോനായെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിക്കുന്നുണ്ട്. അവനെ കൈ കിട്ടിയ അവനെ കൊണ്ട് സത്യം പറയിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതൊന്നും വേണ്ട ഗിരീട്ട. ഈ കേസിനെ പറ്റി ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കുന്നുണ്ട്. അവര് സത്യം കണ്ടുപിടിച്ചോളും. ഡിപ്പാർട്ട്മെന്റിലുള്ളവരും കൂടി അറിഞ്ഞോണ്ടാ ചേച്ചിയെ കുടിക്കിയത്. അപ്പൊ അവര് സത്യം കണ്ടുപിടിക്കുന്ന പ്രതീക്ഷിക്കുന്നതിൽ എന്തർത്ഥം ഉള്ളത്? അവരെനിക്ക് അനുകൂലമായിട്ടുള്ള നടപടിയല്ല സ്വീകരിക്കുന്നെങ്കിലും എനിക്ക് വിരോധമില്ല. ഇതിന്റെ പേരും പറഞ്ഞ് ആരും ഒരു പ്രശ്നത്തിനും പോകരുത്. ഈ ജോലി ചേച്ചിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം. ചേച്ചി അത് ഇത്ര ലാഘവത്തോടെ ഇട്ടെറിഞ്ഞു പോരുവോ? ഞാൻ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ. ഇപ്പോഴും എനിക്ക് വലുത് കുടുംബം തന്നെയാ. ഇനിയിപ്പോ കുറച്ചുകാലം നല്ലൊരു വീട്ടമ്മയായി ഇവിടെ കൂടാനാ എന്റെ തീരുമാനം. ചിലപ്പോ അങ്ങനെ എന്നെ കാണുമ്പോ അമ്മയ്ക്ക് എന്നോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയാലോ. മഞ്ജുവിന് നല്ല വിഷമമുണ്ട് മുകുന്ദ. അച്ഛൻ മരിച്ചിട്ട് കിട്ടിയ ജോലിയല്ലേ, ആ ജോലിയോട് അവൾക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? അവള് പറഞ്ഞൊന്ന് നീ കാര്യമൊക്കെ ഉണ്ട. ആ മോനയെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്ക. അവൻ മഞ്ജുവിനോട് ഇങ്ങനൊരു ചതി ചെയ്യാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയണം. പേഴ്സ് കാണുന്നില്ലല്ലോ. ഇതെവിടെ പോയി? ഇന്നലെ ഊരിയിട്ടിട്ട് പോയ പാന്റിന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ഭാഗ്യത്തിന് വാഷിംഗ് മെഷീനിൽ ഇടുന്നതിന് മുമ്പ് ഞാൻ കണ്ടു. താങ്ക് യു. ഞാൻ ഇറങ്ങട്ടെ. ഗിരീട്ട, ഷർട്ടിന്റെ ബട്ടൺ പൊട്ടിക്കിടക്കുകയാണല്ലോ. ഞാൻ ശ്രദ്ധിച്ചില്ല. വേറെ ഷർട്ട് എടുത്തിടാം. വേണ്ട, ഞാൻ തുന്നിത്തരാം. നിനക്കിതൊക്കെ ചെയ്യുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എന്തുപറ്റി? പോലീസ് ജോലി ചെയ്തിട്ട് ഇങ്ങനെ വെറൊരു വീട്ടമ്മയായിട്ട് കഴിയാന്ന് പറയുമ്പോ. വെറൊരു വീട്ടമ്മയോ? ഒരു വീട്ടമ്മയുടെ ജോലി അത്ര എളുപ്പമൊന്നുമല്ല. അതും കുറെ വെല്ലുവിളികൾ നിറഞ്ഞതാ. ഗിരിയേട്ടന്റെ അമ്മയോട് ചോദിച്ചു നോക്ക്. എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് കൂടുതൽ ഇഷ്ടം പോലീസ് ജോലി തന്നെയാ.
അത് നഷ്ടപ്പെട്ടതിലെ വിഷമമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് വിഷമമുണ്ട് എന്ന് കരുതി ജോലിയിൽ തിരിച്ചു കയറാൻ ധൃതിയൊന്നുമില്ല. കുറച്ചു കാലം ഗിരിയേട്ടൻ ആഗ്രഹിച്ച പോലൊരു ഭാര്യയായി, അമ്മ ആഗ്രഹിച്ച പോലൊരു മരുമകളായി ജീവിക്കണമെന്ന് എനിക്കുണ്ട്. നിനക്ക് ഈ ജോലി തിരിച്ചു കിട്ടിയില്ലെങ്കിലോ? വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ. അങ്ങനൊരു തീരുമാനം ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ എനിക്ക് വിഷമം പോലീസ് യൂണിഫോം പിന്നീട് ഇടാൻ കഴിയാത്തതിലായിരിക്കില്ല. എന്റെ അച്ഛന് ഞാൻ കാരണം വരുന്ന ചീത്തപ്പേരിനെ ഓർത്തിട്ടായിരിക്കും. എനിക്ക് നിയമത്തിലെ വിശ്വാസമുണ്ട്. നന്നായിട്ട് അന്വേഷിച്ച എന്റെ ഭാഗത്താണ് ന്യായമെന്ന് ഡിപ്പാർട്ട്മെന്റിന് മനസ്സിലാവും. ഇനിയെങ്ങാനും എനിക്ക് ജോലി നഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഗിരിയേട്ടൻ എന്റെ സർക്കാർ ജോലി കണ്ടിട്ടൊന്നും അല്ലല്ലോ കല്യാണം കഴിച്ചത്. ഇപ്പൊ ശരിയായി. പോട്ടെ. അമ്മേ, ഞാൻ എന്തെങ്കിലും സഹായിച്ചോട്ടെ? ആ, ജോലി പോയതോണ്ടേ മഞ്ജുവിന്റെ കയ്യിൽ കൊറേ സമയം കാണും. ഇനി സ്ഥിരമായിട്ട് അടുക്കളപ്പണി ചെയ്യാനാണോ നിന്റെ പരിപാടി? അതൊക്കെ ഞാൻ ചത്തിട്ട് മതി. ഇത്രയും കാലം ഞാൻ വിചാരിച്ചതേ നിനക്ക് നിന്റെ ജോലിയോടെങ്കിലും കൂറ് കാണുമെന്നാ. ഇപ്പൊ അതും ഇല്ലെന്ന് മനസ്സിലായി. നിന്റെ സഹായമൊന്നും എനിക്ക് വേണ്ട. ഹോ, ഇത്രയും സ്നേഹമുള്ള ഒരു അമ്മായിമ്മ ലോകത്ത് വേറെ ഉണ്ടാവോ? ചേച്ചി കൊണ്ട് ഒരു ജോലി എടുപ്പിക്കില്ല എന്ന് വാശിയാ ഭാനുമതി അമ്മയ്ക്ക്. ഭാനുമതി അമ്മ ശരിക്കും എല്ലാ അമ്മായിമ്മമാർക്കും ഒരു പ്രചോദനമാണ്. കൂടുതൽ പുച്ഛിക്കല്ലേ മോളെ? ഇവിടുന്ന് ഇറക്കി വിട്ടാലേ നിനക്ക് കേറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ല. അത് നീ മറക്കണ്ട. ഞാൻ എല്ലാ പണിയും തീർത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്നും തൊടാൻ നിൽക്കരുത്. അല്ലാതെ വേറെന്തെങ്കിലും ഉണ്ട് ചെയ്തോ. എടി, നീ എന്തിനാ വെറുതെ അമ്മയെ കളിയാക്കാൻ പോയത്? വെറുതെ ഒരു രസമല്ലേ? രസം. ചേച്ചി ഓരോന്ന് പറഞ്ഞതിന് എനിക്കവരെ ഇത്രയല്ലേ ചെയ്യാൻ കഴിയൂ? ഇത് അവരുടെ വീടായി പോയില്ലേ? ആ, അതൊക്കെ പോട്ടെ. ചേച്ചിയുടെ കേസിന്റെ അന്വേഷണം എവിടെ വരെ എത്തി? എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. അതൊക്കെ ഡിപ്പാർട്ട്മെന്റിലുള്ളവര് നോക്കിക്കോളും. ചേച്ചി എന്താ ഈ പറയുന്നേ? ആ റെയ്ഡ് കൃത്യമായിട്ട് ചേച്ചിക്കെതിരെ പ്ലാൻ ചെയ്ത പോലെ ഉണ്ട്. ചേച്ചി ആരോ കുടിക്കേതാ. എന്നാലും ആരാകും ചേച്ചിയോട് ഇത്രയും വൈരാഗ്യമുള്ളവര്? ആരാണെങ്കിൽ എന്താ? ഇനിയിപ്പോ നീ അതിന്റെ പുറകെ അന്വേഷിക്കാനൊന്നും പോണ്ട. അന്വേഷണമൊന്നും നടത്തിയില്ലെങ്കിലും എനിക്ക് രണ്ടാളുകളെ സംശയമുണ്ട്. ഒന്ന് ശാലിനിയും പിന്നെ ഗിരിയേട്ടനും.